കിട്ടേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടാകും മാത്രമാണ്. അതായത് അൻവർ മത്സരിച്ചാലും UDF-ന് പ്രശ്നമില്ല. അല്ല, ഉറപ്പല്ലേ, വിജയവും വൻഭൂരിപക്ഷത്തിലുള്ള വിജയം ഉറപ്പാണ്. മത്സരം നമുക്കറിയാം രാഷ്ട്രീയമാണ്, വ്യക്തിഗതമല്ല. നിലവിലുള്ള സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളാണ് തുറന്നു കാട്ടുന്നത്. അത് UDF നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തുറന്നു കാട്ടുന്നുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. പാലക്കാട് ഏറ്റവും അവസാനം കണ്ടു. പുതുപ്പള്ളിയിലും തൃക്കാക്കരയും ഈവൻ ചേലക്കര പോലും നമ്മളത് കണ്ടു. ജനവികാരം എവിടെ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നിടത്തൊക്കെ UDF-നാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. അത് നിലമ്പൂരും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെ ഒരോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമാണ്, എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം വരണമെന്നില്ല. എങ്കിലും UDF-ന്റെ ആത്മവിശ്വാസം ഒരു നിലയിലും കുറയുന്നില്ല. 10 മടങ്ങ് വർദ്ധിച്ചു തന്നെയാണുള്ളത്. ഞങ്ങളാണ് ആദ്യം തുടങ്ങിയത്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അടുക്കും ചിട്ടയിലുമുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നാളെ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും വരുന്നു. UDF ഒറ്റക്കെട്ടാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ രാത്രി അൻവറിന്റെ വീട്ടിൽ പോവുകയും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അത് പാർട്ടി നിർദ്ദേശപ്രകാരമാണോ? അല്ല, ഞങ്ങളാരും നിർദ്ദേശിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഞാനിപ്പോൾ കണ്ടു. UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു. അത് തെറ്റാണോ അങ്ങനെ പോയത്? അതിന്റെ ശരിതെറ്റുകൾ ഞാൻ പരിശോധിക്കുന്നില്ല, ഈ സമയത്ത് പരിശോധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഞങ്ങളാരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ജനകീയ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. അവരുടെ ഒരു ആഗ്രഹത്തിന്റെ ഒരു തലത്തിലുള്ള ഒരു പ്രതിഫലനമായിരിക്കാം, അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണമായിരിക്കാം. ഞാൻ രാഹുൽ മാക്കൂട്ടായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഒരു തരത്തിലും ആശങ്കയില്ല. പിന്നെ പായസത്തിന് മധുരത്ര കൂടിയാലും അധികമാവില്ലല്ലോ. ദാറ്റ്സ് ഓൾ. അത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ല. എത്ര ആളുകൾ കൂടെ നിൽക്കുന്നു അത്രയും നല്ലത്. അത് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ. ഞങ്ങളാരും കൂടെ കൂട്ടാതിരുന്നിട്ടില്ല. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കെതിരെ ചില തെറ്റായ പരാമർശങ്ങൾ നടത്തി. അത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് അത് സ്വീകാര്യമല്ല. അക്കാര്യം ഞങ്ങൾ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ പൊസിഷൻ. അങ്ങനെയുണ്ടോ രാഷ്ട്രീയത്തിൽ? അതൊക്കെ നമുക്ക് ആലോചിക്കാം കുറച്ചും കൂടെ. തൽക്കാലം അടഞ്ഞാൽ കിടക്കുക. രാഷ്ട്രീയമാണ് ഡിപ്പെൻസ് അപ്പോൺ ഡെവലപ്മെന്റ്സ്. പുരോഗതിയെ, സംഭവങ്ങളുടെ പുരോഗതി ആശ്രയിച്ചിരിക്കും. വോട്ടിപ്പോഴേ എണ്ണി കഴിഞ്ഞോ? അപ്പൊ ഞങ്ങൾ എത്ര പിടിക്കും? ഒരു 50% പിടിച്ചാൽ പോരെ? ഇവിടെ പിടിക്കും ഉണ്ടെങ്കിലും ബാക്കി ഒരു പാർട്ടിക്ക് അതിന്റെ അടുത്ത് വരാൻ പറ്റില്ല. ഇതല്ല രാഷ്ട്രീയമാണ്. ദിസ് ഈസ് പോളിസി, നോട്ട് ഇൻഡിവിജ്വൽ അറ്റ് ഓൾ. ഞാൻ കൃത്യമായിട്ട് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ്. ഇത് കേരളത്തിലെ LDF സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടി പരിഗണിക്കുമല്ലോ. അത് എന്താ പറഞ്ഞേ? എന്നാൽ അതാണെന്ന് കൃത്യമായി പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം പോരാ. സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, 4 വർഷം പിന്നിട്ട സർക്കാരിനെ വിലയിരുത്തലായിരിക്കും എന്ന് പറയാൻ ഇപ്പോഴും പിണറായി വിജയന് ധൈര്യം പോരാ. പക്ഷെ UDF പറയുന്നു ഇത് സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയായിരിക്കും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. പുതുപ്പള്ളിയിലും പാലക്കാട്ടും തൃക്കാക്കരയും ആവർത്തിച്ച ജനവിധി നിലമ്പൂരിൽ ആവർത്തിക്കും. അതിന് ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ സജ്ജമാണ്, വളരെ സജീവമാണ്, വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ശരി, താങ്ക് യു. അവർ നിർബന്ധിതരായി, പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു. സംസ്ഥാന കമ്മിറ്റിക്കും
അഖിലേന്ത്യാ നേതൃത്വത്തിനും 2 കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായല്ലോ. ഈ ക്രിസ്ത്യൻ വോട്ടിലൊരിക്കലും ജാതിയില്ലല്ലോ. വോട്ട് ജനങ്ങളുടെ വോട്ടല്ലേ, പൗരന്മാരുടെ വോട്ടാണ്. രാജീവ് ഗാന്ധിയാണ് 18 വയസ്സിൽ വോട്ട്. അത് ക്രിസ്ത്യനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. ആസ് ഫാർ ആസ് കോൺഗ്രസ് ഈസ് കൺസേൺ, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺ, വോട്ടെല്ലാം പൗരന്മാരുടെ വോട്ടാണ്. ജനാധിപത്യത്തിന്റെ അവകാശമാണ്. റൈറ്റ് ടു എക്സസൈസ് ഫ്രാഞ്ചൈസ്, ജനാധിപത്യം ഭരണഘടന നൽകുന്ന അവകാശമാണ്. അതിനെ ജാതീയമായിട്ട് വേർതിരിക്കാൻ ഞാനില്ല. സ്ഥാനാർത്ഥിത്വത്തോടെ പുതിയൊരു ഉണർവ് എന്നാണ് അവിടുത്തെ പാർട്ടിയുടെ കോൺഗ്രസ് തൃപ്പൂണിത്തറക്കാർ തെളിയിച്ചതല്ലേ. LDFന്റെ 2ാം ഭരണത്തിലും സ്വരാജിനെ അവർ തള്ളിയതല്ലേ. പിന്നെ ഞാനെന്തൊരു കമന്റ് ചെയ്യണം? താങ്ക് യു. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു നേതാവ് ക്രിസ്ത്യൻ വോട്ടിൽ വിള്ളലുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഓൾ ഓഫ് എ സഡൻ അങ്ങനെ വോട്ടുകൾക്ക് ജാതിയില്ലല്ലോ എന്ന് പറയുന്നത് സ്വാഗതാർഹമാണ്. അത് നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പ് കാലമായി ക്രൈസ്തവ വോട്ട്, മുസ്ലിം വോട്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ട് അങ്ങോട്ട് പോകുന്നു, മുസ്ലിം ധ്രുവീകരണം, ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് നമ്മുടെ തല വരുത്തിരിക്കുന്ന സമയത്ത് ഒരു നേതാവ് അതൊരു പൗരൻ്റെ വോട്ടാണ്, അതിൽ ജാതി മതമൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയാണ്. അത് പുറത്തു പറയുന്നതാണ്. എങ്കിൽ കൂടിയും അങ്ങനെ പരസ്യമായി ചോദ്യത്തിന് അപ്പോൾ തന്നെ ആ മറുപടി പറയുമ്പോൾ കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ചെറുതല്ല.